ഹലോ ഗൈസ്, ശരിക്കും പറഞ്ഞാലേ ഞങ്ങളുടെ നാട്ടുകാർ ശരിക്കും ഈ വാട്ടർ അതോറിറ്റിക്കാരനെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കണ്ട. എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഫ്രണ്ടിൽ അച്ഛനൊരു സ്കൂട്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്കൂട്ടി എന്ന് പറയുന്നത് നമുക്ക് നേരെ ഫസ്റ്റ് വാട്ടർ സർവീസ് ചെയ്യാൻ കൊടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതാ കണ്ടില്ലേ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ, ഇതിൻ്റെയൊക്കെ കാരണക്കാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്കാരുണ്ടാ. സംഭവം നമുക്ക് വാട്ടർ അതോറിറ്റിയും വേണം, PWDയും വേണം. PWDക്കാർ വന്നിട്ട് ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷമാണ് ഈ വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് കുത്തിപ്പൊളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയാണ്. എന്നാൽ പിന്നെ കുത്തിപ്പൊളിച്ച് ഉടനെ അപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റോഡൊന്ന് ശരിയാക്കി കൊടുക്കുക. ഇത് പണി കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം. അത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാട്ടർ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി നേരെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അച്ഛനെയും വിളിച്ചിട്ട് ഞാൻ നേരെ ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് നമ്മുടെ മുട്ടിക്കുളം നേരെ ക്യാമ്പ്, പോലീസ് ക്യാമ്പ്. അതുകൊണ്ട് അച്ഛൻ ബാക്കിലിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവിടേക്കാണ്, നമ്മുടെ സ്വന്തം പുതുപ്പരാരം പഞ്ചായത്തേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഉള്ളിൽ കയറി പോയിട്ട് ഞാൻ നല്ല പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും ഇതാണ് പുറത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒലോക്കോട് റോഡ് പണിയായ കാരണം ശരിക്കും കിലോമീറ്റർ കണക്കാണ് ഓരോ വണ്ടികൾ ബ്ലോക്കായി നിൽക്കുന്നത് കേട്ടോ. കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നി. അങ്ങനെ അതെന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി എടുക്കാൻ വേണ്ടി വാട്ടർ സർവീസ് സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ, പണിയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടാ. അതിനുശേഷം നമുക്ക് വണ്ടി കിട്ടി. അങ്ങനെ വണ്ടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ബാക്കിൽ എൻ്റെ ബൈക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ പോണത് വള്ളിക്കോടുള്ള നേസ് ബേക്കറിക്കാണ്. അവിടെ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് അവിടെ തണുപ്പുള്ള എൻ്റെ ഫേവറേറ്റ് ജീരോ സോഡ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വണ്ടികളിൽ നോക്കിയിട്ട് ഞാൻ സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ശരി.